ഹലോ കൂട്ടുകാരെ, കുറച്ച് ഡൗട്ടുകൾ കമൻസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉത്തരങ്ങൾ തരാനായിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ധന്യ 333 എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്നും വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. സോൾ ഷോക്ക് കിട്ടി, DM ആദ്യം അവേക്കനിങ്ങിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ട്വിൻ ഫ്ലെയിമിനെ ഫസ്റ്റ് മീറ്റിംഗ് ചെയ്തു, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിമായിട്ട് ഈ സോൾ ഷോക്ക് കിട്ടി അവേക്കനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ട് DM മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് സെപ്പറേഷനിലേക്ക് വന്നു. ഇങ്ങനെയുള്ള DM അവേക്കൻ ആവാൻ കൂടുതൽ സമയമെടുക്കുമോ എന്നുള്ളതാണ്. ധന്യ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, കൂടുതൽ കേസുകളിൽ, കൂടുതൽ ജേർണീസിൽ ഫെമിനൈൻ എനർജിയാണ് ആദ്യം അവേക്കൻ ആവുന്നത്. എന്നാൽ വളരെ കുറച്ച് ജേർണീസിൽ മസ്കുലൈൻ എനർജിയാണ് അവേക്കൻ ആവുന്നത്. ആദ്യം അവേക്കൻ ആവുന്ന ട്വിൻ, അത് ഫെമിനൈൻ എനർജി ആണെങ്കിലും മസ്കുലൈൻ എനർജി ആണെങ്കിലും അവരെ സ്പിരിച്വൽ ട്വിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എനർജീസ് ആണ്. മസ്കുലൈൻ എനർജി മെയിൽ ബോഡിയിലും ആവാം, ഫീമെയിൽ ബോഡിയിലും ആവാം. അതേപോലെ ഫീമെയിൽ എനർജി എന്ന് പറയുന്നതും മെയിൽ ബോഡിയിലും ആവാം, ഫീമെയിൽ ബോഡിയിലും ആവാം. അപ്പോൾ ഈ സ്പിരിച്വൽ ട്വിൻ എന്ന് പറയുന്നത് ആദ്യം അവേക്കനായി, അതായത് മസ്കുലൈൻ എനർജി അവേക്കനായി ഈ ഒരു യാത്രയിൽ, ഈ ഒരു ജേർണിയിൽ എന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞ് ഫെമിനൈൻ എനർജി അവേക്കനിങ്ങിലേക്ക് വരും. ഇവിടെ ചേസർ മസ്കുലൈൻ എനർജി ആയിരിക്കും, ഫെമിനൈൻ എനർജി റണ്ണറും ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഫ്ലിപ്പാവും, അതായത് ഫെമിനൈൻ എനർജി ചേസറാവും, മസ്കുലൈൻ എനർജി റണ്ണറാവും. അത് കഴിഞ്ഞ് ആദ്യം DM ആൻഡ് DF ബാലൻസ് ചെയ്യുന്നത് ഇവിടെ മസ്കുലൈൻ എനർജി ആയിരിക്കും, ഫെമിനൈൻ എനർജി അല്ല. കാരണം അവരാണല്ലോ ഈ ഒരു അവേക്കനിങ്ങിലേക്ക് ആദ്യം വന്നത്. അവർ ബാലൻസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫെമിനൈൻ എനർജിയും ഈ ഒരു അവേക്കനിങ്ങിലേക്കൊക്കെ വന്ന് രണ്ടുപേരും ഈ ഒരു ജേർണീനെ സറണ്ടർ ചെയ്ത് ഡിവൈനിൽ മേർജായി സോൾ മേർജിങ് നടന്ന് അത് കഴിഞ്ഞിട്ടാണ് യൂണിയനിലേക്ക് വരുന്നത്. ഇവിടെ ഓൺലി തിങ്, ഒരു വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ മസ്കുലൈൻ എനർജി ആദ്യം അവേക്കനായി എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം അവർക്ക് കൂടുതൽ സമയം എടുക്കുമോ എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ സമയം എടുക്കില്ല. എന്നാൽ ഇവിടെ ഫെമിനൈൻ എനർജിക്ക് കൂടുതൽ സമയം എടുക്കും. കാരണം ഈ ആദ്യം അവേക്കനായ മസ്കുലൈൻ എനർജി DM DF ബാലൻസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഫെമിനൈൻ എനർജിയുടെ അവേക്കനിങ് തുടങ്ങുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം വന്നിട്ട് DM മരിച്ച കേസിൽ DF ബാലൻസ് ആകുമ്പോൾ സോൾ മിഷൻ ഉണ്ടാകുമോ എന്നാണ്. സുഷാ ശിവ എന്ന ഒരു അക്കൗണ്ടിൽ നിന്നുമാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. DM മരിച്ചാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ഒരു റിലാമിലല്ല, അതായത് ഒരു എനർജറ്റിക് കണക്ഷനാണ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ അല്ലേ. കുറച്ച് സോൾ കോൺട്രാക്റ്റിൻ്റെ അനുസരിച്ച് DM അല്ലെങ്കിൽ DF മരിക്കാറുണ്ട്. അങ്ങനെയുള്ള ഇതിൽ എനർജറ്റിക്കലി അവരെല്ലായ്പ്പോഴും നമ്മളുടെ കൂടെ കാണും, അതായത് കൗണ്ടർ പാർട്ടിൻ്റെ കൂടെ കാണും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സോൾ മിഷൻ കാണും. എന്നാൽ ഇത് നമ്മളുടെ ഇന്നർ DMനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ ഒരു സോൾ മിഷനിലേക്ക് വരുന്നത്. ഓക്കെ, DM DF 3D മാരേജ് നടക്കുന്നത് കർമ്മ ഉള്ളത് കൊണ്ടാണോ എന്നാണ് ഇനിയൊരു ചോദ്യം വന്നിരിക്കുന്നത്. ഇവിടെ ഡിസ്ട്രോട്ടഡ് എനർജിയിലാണ് ഒരു DMഉം DFഉം, അതായത് അവേക്കനിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് മാരേജ് നടക്കാറുണ്ട്. മാരേജ് കഴിഞ്ഞിട്ട് ഒരു ബബിൾ ഫേസ് കഴിഞ്ഞിട്ടായിരിക്കും ട്രിഗേഴ്സ് കിട്ടുകയും സെപ്പറേഷനിൽ വന്നു കഴിഞ്ഞിട്ടായിരിക്കും അവർ അവേക്കനിങ്ങിലാണെന്ന് സ്പിരിച്വൽ ട്വിൻ മാക്സിമം ഫെമിനൈൻ എനർജീസ് തിരിച്ചറിഞ്ഞ് ഇന്നർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഡിസ്ട്രോട്ടഡ് എനർജിയിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷേ മാരേജ് നടന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു കർമ്മ ഉള്ളത് കൊണ്ടാണ്, അതായത് അങ്ങനെ ഒരു സോൾ കോൺട്രാക്റ്റ് ഉള്ളത് കൊണ്ടാണ്. അതേസമയം നമ്മളൊരു ഡിവൈൻ എനർജിയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ആ ഒരു മാരേജ് നടക്കുന്നു നമ്മുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ കൂടെ, നമ്മുടെ കൗണ്ടർ പാർട്ടിൻ്റെ കൂടെയെങ്കിൽ അതൊരിക്കലും കർമ്മയല്ല, അത് കംപ്ലീഷനാണ്. കാരണം രണ്ട് ഡിവൈൻ എനർജി, അതായത് രണ്ട് ബോഡിയിൽ നിൽക്കുന്ന ഒരു ഡിവൈൻ എനർജിയുടെ മേർജിങ് ആണ് അവിടെ നടക്കുന്നത്, കംപ്ലീഷൻ ആണ്. അതുകൊണ്ട് തന്നെ അത് കർമ്മ ബേസ്ഡ് അല്ല, ഡിവൈൻ എനർജിയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നടക്കുന്ന മാരേജസ്. അടുത്തതായിട്ട് പ്രീതി സാലിൻ 6401 എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നും വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കർമ്മ കുറവുള്ളവർക്ക് DM ഇൻസ്റ്റൻറ്റ് കോണ്ടാക്റ്റിൽ കാണുമെന്ന് എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ DM എങ്ങനെ ഹീലാകും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
ഇൻസ്റ്റൻറ്റ് കോണ്ടാക്റ്റിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും സെപ്പറേഷൻ മാൻഡേറ്ററി ആണ്. സെപ്പറേഷൻ അവിടെ നടന്നിരിക്കും. കാരണം സെപ്പറേഷൻ തരുന്നത് അതൊരു ബ്ലെസ്സിങ് ആണ്. ശരിക്കും നമുക്ക് നമ്മളെ ഹീലാക്കാനായിട്ടാണ് ആ ഒരു സെപ്പറേഷൻ. അതേപോലെ അവർക്കും. അപ്പോൾ ഇവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കോണ്ടാക്റ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് മേ ബി ഒരാഴ്ചയിൽ ഒരിക്കൽ ഒരു ഹായ് ഹലോ വരും, അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് വരും, അല്ലെങ്കിൽ ആഴ്ചയിൽ വരും, അല്ലെങ്കിൽ ഒരു മാസത്തിൽ അങ്ങനെ കോണ്ടാക്റ്റ് വരും. വലിയൊരു സെപ്പറേഷൻ വർഷങ്ങളോളം വരാറില്ല എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു ക്ലാരിറ്റി കിട്ടിയെന്ന്. ഓക്കെ, അടുത്തതായിട്ട് ഇനിയൊരു ചോദ്യം വന്നിരിക്കുന്നത് കുറച്ച് മാസങ്ങളായിട്ട് ഫുൾ മൂൺ ടൈമിൽ ബാക്ക് പെയിൻ വരുന്നു, ഇത് എത്ര നാൾ കാണും എന്നുള്ളതാണ്. ഫുൾ മൂൺ ആൻഡ് ന്യൂ മൂൺ ടൈമിൽ സ്പെഷ്യലായിട്ടും പേർജിങ് നടക്കാറുണ്ട്. ഇങ്ങനെ ഇമോഷണൽ ഇഷ്യൂസ് സർഫേസിൽ വരുമ്പോൾ ഒബ്വിയസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ പ്രശ്നങ്ങൾ, അതായത് പെയിൻ വരാറുണ്ട്, പെയിൻ ബോഡി ആക്ടിവേറ്റ് ആവാറുണ്ട്. അപ്പോൾ ഇൻ പെർട്ടിക്കുലറായിട്ട് ബാക്ക് പെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ ട്രോമാസിനെ, അതായത് പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രോമാസ് ക്യാരി ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് എത്ര നാൾ കാണുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഹീലാവുന്നോടം വരെ എന്നാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ ഹീൽ എപ്പോൾ ആവും എന്ന് ചോദിച്ചാൽ നമ്മൾ എത്രത്തോളം ഇന്നർ വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ. രണ്ടാമത്തെ കാര്യം നമ്മുടെ സോൾ കോൺട്രാക്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കർമ്മ എത്രയുണ്ട് അല്ലേ, ഓരോ ജേർണിയിലും കർമാസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ കർമ്മ എത്രത്തോളം ഉണ്ടെന്നുള്ളതിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിന്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് റെക്കോർഡ് റീഡിങ്ങിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.